അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂമാണ് ഇതിനകത്തുള്ളത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം മണർകാടുള്ള ഒരു വീട്ടിലാണ്. ഇവിടെ ഒരു വീട് പണിതിരിക്കുന്നത് 6.5 സെന്റിലാണ്. 27 ലക്ഷം രൂപ കോസ്റ്റ് വരുന്ന ഒരു വീട്. ഇത് 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം 2 വരുന്നുണ്ട്. അതേപോലെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇവിടെ. അപ്പം ഇങ്ങനെയുള്ളൊരു മനോഹരമായ വീട്ടിലേക്കാണ് ഇന്ന് ഞാൻ ഹോം ടൂർ ആയിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇവിടുത്തെ മനോഹരമായ ഈ കാഴ്ചയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ലെറ്റ്സ് വാച്ച് ഇറ്റ്. എൻ്റെ പേര് ജിജോ എന്നാണ്. ഞാനിപ്പോൾ സ്ഥലം വാങ്ങിച്ചിരിക്കുക മണകാടാണ് നമ്മൾ വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 6.5 സെന്റ് സ്ഥലത്താണ് നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത്. ഒരു 1800 സ്ക്വയർ ഫീറ്റ് അടുത്താണ് വീട് മൊത്തത്തിലായിട്ടുള്ളത്. ഇതിൽ 4 ബെഡ്റൂമും 2 അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു കോമൺ ബാത്റൂമാണ് ഇതിനകത്തുള്ളത്. ഏകദേശം ഒരു 27 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്കിതിന് മുടക്ക് വന്നിട്ടുണ്ട് വീട് ചെയ്ത് തീർക്കുന്നതിനായിട്ട്. വർക്കുകളാണെങ്കിൽ തന്നെ നമ്മൾ പീസ് വർക്കുകളാണ്, സെപ്പറേറ്റ് വർക്കുകളാണ് കൊടുത്തിരുന്നത്. എന്നാലും നല്ല രീതിയിലുള്ള മെറ്റീരിയലൊക്കെ വെച്ചാണ് നമ്മൾ വീട് വർക്ക് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് ബിൽഡിംഗ് ആണെങ്കിൽ തന്നെ ബിൽഡിംഗ് 380 വരെയൊക്കെയാണ് സ്ക്വയർ ഫീറ്റ് ചെയ്തിരിക്കുന്നത്. മുറ്റത്ത് ചിപ്സ് പാകിയിട്ടുണ്ട്. അപ്പം മുകളിലോട്ട് 2 സ്റ്റെപ്പായിട്ടാണ് കയറുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഒരു നല്ല ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ടൈല്, അതേപോലെ തന്നെ ഗ്രാനൈറ്റുമാണ് സ്റ്റെപ്പിൽ വന്നിരിക്കുന്നത്. നല്ലൊരു വുഡൻ ഫിനിഷിങ്ങിൽ തീർത്ത ഒരു വിൻഡോ, അത് 2 പാളികളുള്ള വിൻഡോ ആണ് വരുന്നത്. അതുപോലെ തന്നെ വയറിങ് പ്ലംബിങ് ചെയ്തിരിക്കുന്നത് ഒരു 55 രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് അവരത് ചെയ്ത് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് പെയിന്റിങ്ങുകളും നമ്മൾ അഫോർഡബിളാണ് ചെയ്തിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറുമ്പോൾ ഉള്ള ടൈലെല്ലാം നോർമൽ ഗ്രൗണ്ട് ഫ്ലോർ കൊടുത്തിരിക്കുന്ന നോർമൽ ടൈലിലാണ്. മാക്സിമം ചിലവ് കുറയ്ക്കുന്ന രീതിയിലുള്ള ടൈല്. അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ്ങും ലിവിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വന്ന ലിവിങ് ഹാളിലാണ്, അവിടെ നിന്നൊരു സെപ്പറേഷൻ വന്നാണ് ഡൈനിങ് ഹാൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഇവിടുന്ന് ഒരു ബെഡ്റൂം, 2 ബെഡ്റൂമാണ് താഴെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒരു അലമാരയാണ്. അപ്പോൾ ഇത് കയറിത്താമസം കഴിഞ്ഞ ഉടനെ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം നമുക്ക് ആദ്യത്തെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാനാണ്. ഒരു കട്ടിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി അറ്റാച്ച്ഡ് ബാത്റൂമാണ്, അതിനൊരു ഫൈബർ ഡോറും വരുന്നുണ്ട്. നമുക്ക് ആ ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ബാത്റൂമിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം സ്പേസിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ബാത്റൂമാണ്. കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു ടൈലും, ഇത് ഗ്രൗണ്ടും അതേപോലെ തന്നെ വാൾ ടൈലും കൊടുത്തിരിക്കുന്നത് നല്ല ഒരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഇതിങ്ങനെ ഒരു ചെറിയ സ്പേസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ 2ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. 2ാമത്തെ ബെഡ്റൂമിലാണ് ഒരു 3 പാളികളുള്ള വിൻഡോ, അതേപോലെ തന്നെ നല്ലൊരു ലൈറ്റ് സെറ്റപ്പ്, എയർ ഹോള്. പിന്നെ വരുന്നത് ഇവിടെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നോർമൽ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തിരിക്കുന്ന ടൈല്, ഒരു കട്ടിലും ഒരു അലമാരയാണുള്ളത്. ഡോറും എനിക്ക് തോന്നുന്നു സ്റ്റീൽ ഡോറിലാണ് തീർത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് കയറിത്താമസം കഴിഞ്ഞ ഉടനെ എടുത്തതായതുകൊണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് അത്രയും ഒരുപാട് ഇൻറ്റീരിയർ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഈ ഡൈനിങ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്പേസ് കളയാത്ത രീതിയിൽ താഴെ ഒരു വാഷും, അധികം വീടിൻ്റെ പ്ലാൻ വരച്ചപ്പോൾ ആ ഒരു സ്പേസ് കളയാത്ത രീതിയിൽ സ്റ്റെപ്പിന് താഴെയായിട്ടൊരു ചെറിയ വാഷ്, അതിനോട് താഴെ ഒരു 2 ക്യാബിൻ വരുന്ന ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്, ഒരു വുഡൻ ഫിനിഷിങ്. പിന്നെ അതിനൊരു മുകളിലായിട്ടൊരു മിറർ, നമുക്ക് മുഖം നോക്കാനുള്ളൊരു മിററും സൈഡിലൊരു ചെറിയ ഫോട്ടോയും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നൈറ്റിലൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതിനോട് ചേർന്ന് തന്നെ ആ ക്യാബിനിലായിട്ടൊരു ഇൻഡോർ പ്ലാന്റും വരുന്നുണ്ട്. പിന്നെ ഒരു കോളിംഗ് ബെല്ല്, ഇത് സാധാരണ ഒരു കോളിംഗ് ബെല്ലും, പിന്നെ ഒരു സീലിംഗ് ഫാനുമാണ് ഈ ഒരു റൂമിലേക്ക് വരുന്നത്. പിന്നെ LED ലൈറ്റ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്.
ഈ വീടിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അതായത് നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നേരെ വലത്തെ സൈഡിലേക്ക് വന്നാൽ കിച്ചണാണ്. കിച്ചണിലേക്ക് കയറിയാൽ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഈ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഒരു വാൾ ടൈല് ഒരു ചെറിയ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. ഇനി 3 പാളികളുള്ള ജനലാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ടൊരു എക്സോസ് ഫാൻ വരുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നോർമൽ ടൈല് തന്നെ, അതും വലിയ ചിലവ് കുറയ്ക്കുന്ന രീതിയിൽ മാക്സിമം ഒരു ടൈലും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ പോകുന്നത് ഇവിടെ ഒരു വർക്ക് സ്പേസ്, അതായത് ഒരു ചെറിയ വർക്ക് ഏരിയയാണ്. ഇവിടെ അതേപോലെ തന്നെ കൗണ്ടർ ടോപ്പ് 2 പാളിയുള്ള ജനലും അറേഞ്ച് ചെയ്തിരിക്കുന്നു. അത്യാവശ്യം 2 പേർക്ക് നിന്ന് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വെളിയിലേക്ക് വരുന്ന ഒരു ഭാഗമാണ്. കയ്യാല വെട്ടിത്താത്ത ഒരു ഭൂമി, അവിടെ വാഷ് ചെയ്യാനൊക്കെയുള്ള സൗകര്യമുണ്ട്. 2 പാളിയുള്ള ബാക്ക് ഡോറാണ് വരുന്നത്. ഇവിടെ അധികം സ്പേഷ്യസ് അല്ലാത്ത ഒരു കിച്ചണും അതിനോട് ചേർന്ന് വരുന്ന ഒരു വർക്ക് ഏരിയയും കൂടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് പോയാൽ ഡൈനിങ്ങിനോട് ചേർന്നുള്ള അധികം സ്പേസ് കളയാത്ത രീതിയിൽ വരുന്നൊരു സ്റ്റെപ്പാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്ന ഗ്രൗണ്ട് ടൈല്, ഈ ടൈലിനും അതേപോലെ തന്നെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആണ്, കളർ കോമ്പിനേഷൻ ബ്രൗണും അതേപോലെ സാധാരണ നോർമൽ ടൈലും. പിന്നെ സ്റ്റീൽ റെയിൽ ഗാർഡാണ്. അതിനോട് താഴെ വരുന്ന ഒരു വുഡൻ ഫിനിഷിംഗ് ഉള്ള ചെറിയ ഡിസൈനൊക്കെ ഉള്ളൊരു തൂണൂടെ വരുന്നുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോഴും ഇതേപോലെ തന്നെ ഒരു ചെറിയ ഹാളാണ്. ആ സൈഡിലായിട്ട് വരുന്ന ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അതിന് മുകളിലായിട്ടൊരു ലൈറ്റ് സെറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇത് വൈകിട്ട് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. കൊടുത്തിരിക്കുന്ന ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു നല്ല ഫാൻസി ലൈറ്റ്, ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന കുറച്ച് LED. പിന്നെ നമ്മൾ ഫസ്റ്റ് ഈ ഹാളിൽ നിന്ന് കയറുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിലേക്ക് നേരെ ഇറങ്ങാവുന്ന രീതിയിലാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ ബാൽക്കണിയിലേക്കാണ് വരിക. ഇവിടുന്ന് ബാൽക്കണിക്കുള്ള ഹാൻഡ് റെയിൽ വരുന്നത് വളരെ ചിലവ് കുറയ്ക്കാവുന്ന രീതിയിൽ GI പൈപ്പിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ മുകളിൽ ഇനി ലൈറ്റൊക്കെ വരാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തൊരു വീഡിയോ ആണ്. ഇനി ഇതിൻ്റെ ഭിത്തിയുടെ ഒരു ഷോവാള് ഫ്രണ്ടിലോട്ട് പോയിട്ട് ആ റൂഫിങ്ങിൻ്റെ അവിടെ നിന്ന് ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ താഴെയായിട്ടൊരു ഗ്ലാസ് ഡിസൈൻ ഒരു ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ റൂമിൽ തന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്ന ഒരു സ്പേസാണ്. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു റൂമിൻ്റെ ബാക്ക് സ്പേസ് വരുന്നതാണ്. ഇനി ഈ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ കോമൺ ബാത്റൂമാണ് വന്നിരിക്കുന്നത്. ഇതൊരു കോമൺ ബാത്റൂമാണ്. അപ്പം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ബാത്റൂമിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കാം. ഇതാണ്. അപ്പം അത്യാവശ്യം നീളത്തിൽ വരുന്ന ഒരു ബാത്റൂമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വാഷ് വരുന്നുണ്ട്. നേരെ മേളിലായിട്ടൊരു ചെറിയ മിററും, പിന്നെ അതിനോട് ചേർന്ന് വരുന്ന ആ ഒരു ടൈല്, ഇവിടെ കൊടുത്തിരിക്കുന്ന ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭിത്തിക്ക്, അതായത് വാളിന് കൊടുത്തിരിക്കുന്ന ടൈലും അതേപോലെ ഗ്രൗണ്ടിന് കൊടുത്തിരിക്കുന്ന ടൈലും നല്ല കളർ മാച്ചിങ് ആയിട്ടുള്ള ഒരു ടൈൽ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ഈ മേളിലോട്ട് വരുമ്പം ലെഫ്റ്റ് സൈഡിൽ കണ്ട അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലും ഒരു സ്പേസ് വരുന്നതാണ്. ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സ്പേസാണ്. ഇവിടെ നമുക്ക് വല്ല വാഷിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി ഉണക്കാനോ ഒക്കെയുള്ള കാര്യങ്ങൾ, കുറേ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സ്പേസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ബാക്ക് വശത്ത് വരുന്ന ഒരു സ്പേസാണത്. മുകളിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമ്മൾ താഴോട്ടിറങ്ങി ആ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി മേലെ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ഷോവാൾ കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് മേളിൽ കൊടുത്തിരിക്കുന്നത് കളർ ലൈറ്റാണ്, ഒരു ഫാൻസി ലൈറ്റിൽ. താഴെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. ഇതേപോലെ തന്നെ സ്റ്റെപ്പിന് താഴെയായിട്ട് അണ്ടറിൽ ഒരു റോയിൽ ചെറിയ സ്പേസിൽ ഇതേപോലെ ഷോവാൾ വരുന്നുണ്ട്. അവിടെയും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി വരും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ വന്നിട്ടുള്ള. കുറേ കാര്യങ്ങളോട് ഇനിയും വരാനുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഡോറൊക്കെ തീർത്തിരിക്കുന്നത് നല്ല തേക്കൂട്ട് വെച്ചിട്ടാണ്, നല്ല തടിയിലാണ്. നൈറ്റിൽ ഫുള്ള് ലൈറ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ ഒരു വീഡിയോ എടുത്താണ്. അത് നല്ല മഴയുള്ള സമയത്ത് കുട പിടിച്ചാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അത്ര വലിയ ഭംഗി കാണണമെന്നില്ല, എങ്കിലും ലൈറ്റ് ഇട്ട് വരുമ്പം നൈറ്റിലുണ്ടാകുന്ന ഒരു എങ്ങനെയാണ് കാഴ്ച എന്നുള്ളതാണ് ഈ ഒരു വീടിൻ്റെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു.
ഇതേപോലെ തന്നെ ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെയൊക്കെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, അതേപോലെ എക്സ്റ്റീരിയർ, ഇന്റീരിയർ ആയിട്ടുള്ള വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മിതമായ റേറ്റിൽ നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റ് ചെയ്തു തരും. അപ്പം നിങ്ങൾ വീണ്ടും അവരുമായിട്ട് ബന്ധപ്പെടുക. എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താവുന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലമായി സൈൻ ഓഫ്.